ഡോക്ടർ മോഹൻ വർഗീസ്, നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CJP സമരം ചെറിയ തോതിൽ മുന്നോട്ടു പോകട്ടെ എന്നൊരു ചിന്ത കേന്ദ്ര സർക്കാരിനുണ്ടോ? നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്തവരെ പോലീസ് വേട്ടയാടുകയാണ് എന്നാണല്ലോ കോക്രോച്ച് ജനതാ പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാന രാജിക്കൊപ്പം പ്രതിഷേധിച്ചവർക്കെതിരെ കേസ് ഉണ്ടാകില്ല എന്ന ഉറപ്പിൽ കൂടിയാണ് ഈ CJP സമരം അവസാനിപ്പിച്ചത്. പക്ഷേ പലയിടത്തും ഇപ്പോൾ കേസുകൾ എടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. ഇതൊരു തന്ത്രമാണോ കേന്ദ്ര സർക്കാരിൻ്റെ? കാരണം ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം കഴിഞ്ഞാൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്താൻ പോകുന്നത് അയോധ്യ സംഭാവന കൊള്ളയാണ്. അത് ഇരട്ടപ്രഹരമാകുമെന്ന് ഭരണ നേതൃത്വം കരുതുന്നുമുണ്ട്. പാർലമെൻറ്റ് സമ്മേളനം കഴിയും വരെ അയോധ്യ സംഭാവന കൊള്ള പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നത് കേന്ദ്ര സർക്കാർ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യവുമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ നഷ്ടമാകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയെങ്കിലും കൂടുതൽ പരിക്കുകൾ ഒഴിവാക്കാൻ CJP സമരം ചെറിയ തോതിൽ മുന്നോട്ടു പോകുന്നത് നല്ലതാണ് എന്ന ചിന്ത കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ BJPക്കോ ഉണ്ടോ? ശരിക്കും മുൻപൊന്നുമില്ലാത്ത വിധം ഒരു പ്രതിസന്ധിയിൽ വീണ അവസ്ഥയിലല്ലേ BJP ആദ്യമായിട്ടല്ല പ്രതിസന്ധിയിൽ വീഴുന്നത്. എപ്പോഴെല്ലാം ഭാരതീയ ജനതാ പാർട്ടി പ്രതിസന്ധിയിൽ ചരിത്രപരമായി കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്രഭരണത്തിനിടയിൽ വീണിട്ടുണ്ടോ, അപ്പോഴെല്ലാം വലിയ തന്ത്രപരമായ മികവ് കൊണ്ട് ഈ പ്രതിസന്ധിയെല്ലാം അതിജീവിച്ചു. കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ സമരം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട സമരം, രോഹിത് വേമുലയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭം, സമരം എന്നുവേണ്ട എല്ലാ പ്രക്ഷോഭങ്ങളെയും ഒന്നുകിൽ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തി, അല്ലെങ്കിൽ സമരം ചിതറിപ്പിച്ച് നിർത്തി, അല്ല എങ്കിൽ സമരത്തെ അവഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തി വെയിറ്റിംഗ് ഗെയിം പ്ലേയും ചെയ്യുക വഴി സമരത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് പിരിഞ്ഞുപോയി. കർഷക സമരം മാത്രം അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ടി വന്നു. ഇതായിരുന്നു ഇതുവരെയുള്ള പ്രോഗ്രസ് കാർഡ്. സമാനമായ രീതിയിൽ തന്ത്രപരമായി CJP ഉയർത്തിയ പ്രതിഷേധത്തെ നേരിടാം എന്ന കണക്കുകൂട്ടലാണല്ലോ പൊളിഞ്ഞത്. ഇപ്പോഴിതാ സമരം വിജയിച്ചിരിക്കുന്നു. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പുതിയ നിയമനിർമ്മാണമുണ്ടായി. അതുമാത്രമല്ല, നിയമനിർമ്മാണം പാർലമെൻറ്റിലൂടെ പോവുകയാണ്. പ്രക്ഷുബ്ധമായ രംഗങ്ങൾ പാർലമെൻറ്റിൽ അരങ്ങേറുന്നു. ഇപ്പോൾ ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുന്നു. തീർച്ചയായും സമഗ്രമായ നിയമനിർമ്മാണം ഉണ്ടാകും. നിയമനിർമ്മാണം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നൊരു വിഷയമല്ല. ഇനിയാണ് തന്ത്രങ്ങൾ. ഇതുവരെ ഉപയോഗിച്ച തന്ത്രം ഇക്കാര്യത്തിൽ വിജയിച്ചില്ലല്ലോ. പാർട്ടി ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും 3 ആവശ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിച്ചത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അവസാനം വരെ പിടിച്ചു നിന്ന് മിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഹാഡ് ടു റിസൈൻ. അത് ചെയ്തു കഴിഞ്ഞു. ഈ സോനം വാങ്ചുക്ക് നിരാഹാരം നടത്തിയത് ആശുപത്രിയിൽ നിന്നും വിട്ടയക്കണം, വേറെ ആശുപത്രിയിൽ വെക്കണം, അതൊന്നും വേണ്ടി വന്നില്ല. സോനം വാങ്ചുക്കിനെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ നൽകി. ഈ സമരം ചെയ്ത പ്രക്ഷോഭകാരികൾക്കെതിരെ നിയമ നടപടികളൊന്നും ഉണ്ടാവില്ല, അനാവശ്യ കേസുകളൊന്നും ഉണ്ടാവില്ല, സമാധാനം എന്ന് പറഞ്ഞു വെച്ചു. അതിൽ വിശ്വസിച്ച് സോനം വാങ്ചുക്ക് പിന്നോട്ട് പോയി. CJP പ്രക്ഷോഭകാരികളോടും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് പുറമെ നിതിൻ ഗഡ്കരിയും അതുപോലെ മറ്റൊരു കേന്ദ്രമന്ത്രിയും ചേർന്ന് നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ചുകൊണ്ടാണ് സമരത്തിൽ നിന്നും പ്രക്ഷോഭകാരികൾ പിന്നോട്ട് മാറിയത്. 1 കോടി രൂപ നഷ്ടപരിഹാരം, ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത 20-ലധികം, 20 കണക്കുണ്ട്, 28 വരെ നമ്പറുകൾ പറയുന്നു, 28 പേരെന്ന് കണക്കാക്കുക. ഈ 28 വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം ചോദിച്ചു. ന്യായമായ നഷ്ടപരിഹാരം നൽകാം എന്ന് കേന്ദ്രം തത്വത്തിൽ സമ്മതിച്ചു. എല്ലാം ശുഭമാകേണ്ടതാണ്. ഇതിൽ ഒരു ആണി ഇളകി. രണ്ടാമത്തെ ആണിയാണ്. അതേതാണ്? പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്ന ആ ഒരു ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കഴിഞ്ഞ 48 മണിക്കൂറിൽ 2 ദിവസമായി രാജ്യത്ത് സംഭവിക്കുന്ന ഒരു അസുഖകരമായ ശാന്തതയുണ്ട്. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭകാരികൾ പിന്മാറി, പക്ഷേ അവരുടെ മനസ്സിൽ പൂർണ്ണമായ ശാന്തത ഇല്ല. കാരണം എന്താണ്? ബീഹാറിൽ, പശ്ചിമ ബംഗാളിൽ, ആസാമിൽ പ്രക്ഷോഭകാരികൾക്കെതിരെ, അവിടെ നിന്നുള്ള പ്രക്ഷോഭകാരികൾക്കെതിരെ വലിയ രീതിയിലുള്ള പുതിയ കേസുകൾ വരികയാണ്. നിലവിലുള്ള കേസുകൾ ശക്തിപ്പെടുത്തുന്നു, FIRകൾ ഇടുന്നു പുതിയതായി. അത് വലിയ ഇതാണ്. 3 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP മുഖ്യമന്ത്രിമാരാണ്. ബീഹാറിൽ കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ്, ആസാമിൽ BJP ഗവൺമെൻറ്റാണ്, ബംഗാളിൽ പുതിയതായി മമതയെ പുറത്താക്കി
പുതിയ BJP സർക്കാർ അധികാരമേറ്റെടുത്തു. വലിയ പ്രതീക്ഷയോടുകൂടി BJP പുതിയൊരു ഇന്നിങ്സ് തുടങ്ങുകയാണ്. അത് കിഴക്കൻ ഇന്ത്യ BJPയുടെ ശക്തി കേന്ദ്രമായിരുന്നില്ല ഒരു കാലത്തും. ഇപ്പോൾ കിഴക്കൻ ഇന്ത്യയാണ് BJPയുടെ. ഒറീസ ചേർത്ത്, ധർമ്മേന്ദ്ര പ്രധാൻ കടന്നു വരുന്ന ഒറീസയും കൂടി ചേർത്ത് നിർത്തിയാൽ വലിയ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നു BJPയുടെ. ഇവിടെ നിന്നാണ്, അല്ല മഹാരാഷ്ട്രയിൽ നിന്നും ഒന്നുമല്ല, ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്ന് പോലുമല്ല, പക്ഷേ ഈ 3 സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ തീരുമാനം അത് CJPയെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇനി അടുത്ത ഘട്ടം എങ്ങനെ പോകണം. 29-ാം തീയതി ഗവൺമെൻറ് കൃത്യമായ ഉറപ്പുകൾ പാലിക്കുന്നതിന് കൂടുതൽ രേഖാമൂലമായ തെളിവുകൾ, അത് FIR-ൻ്റെ കോപ്പികൾ ഉൾപ്പെടെ, അല്ലെ പിൻവലിച്ചതിൻ്റെ കോപ്പികൾ ഉൾപ്പെടെ എല്ലാം തന്നെ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു ചോദ്യം, കോക്രോച്ച് ജനതാ പാർട്ടി പെർമനൻ്റ് ആണോ? എൻ്റെ അഭിപ്രായത്തിലല്ല. ഇതൊരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ മാത്രമാണ്, രജിസ്റ്റേർഡ് രാഷ്ട്രീയ കക്ഷി അല്ല. ഇതിൻ്റെ ഒരു DNA പരിശോധിച്ചാൽ പെട്ടെന്ന് രൂപമാറ്റം സംഭവിക്കാവുന്ന ഒരു ജനിതക ഘടനയാണ് CJPക്കുള്ളത്. ഇനി CJP അല്ല, EJP ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിലൂടെ അക്കാര്യം വിശദീകരിച്ചതുമാണ്. പെട്രോൾ, E20 പെട്രോൾ, 20% എത്തനോൾ കലർന്ന പെട്രോൾ വിതരണം ചെയ്യുന്നതിനെതിരെ, ശുദ്ധമായ പെട്രോൾ സമാന്തരമായി ലഭിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സമരപരിപാടികളാണ്. 31-ാം തീയതി ഒരു സമരം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 4-ാം തീയതി, ഓഗസ്റ്റ് മാസം 4-ാം തീയതി ടാക്സി, ഓട്ടോ, അതുപോലെ ഇന്ധനം ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഡൽഹിയിൽ ഒത്തുകൂടണം എന്ന ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ പുതിയ രൂപമായ EJP. CJP തന്നെയാണ് EJP ആയത്, അല്ലെങ്കിൽ ഓരോരോ പേരുകളിലാണ്. അതുകൊണ്ട് ഈ നിരന്തരം വൈറസുകളെക്കുറിച്ച് നമ്മൾ പറയും, നിരന്തരം രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ ആ രൂപമാറ്റം സംഭവിക്കുന്നതുകൊണ്ട് വൈറസുകൾക്കെതിരെ പരമ്പരാഗതമായ ട്രീറ്റ്മെൻറ്റ് ഒന്നും, ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റുകൾ പലപ്പോഴും ഫലപ്രദമാവില്ല. കാരണം വൈറസുകൾ പുതിയ രൂപം, ഭാവം ആർജിക്കുകയാണ്, അതിനെതിരെ പ്രതിരോധമില്ല. അതുപോലെ ആ രീതിയിലാണിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നത്. പാർട്ടികൾ പകച്ചു നിൽക്കുകയാണ്, പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പകച്ചു നിൽക്കുകയാണ്. അവരെ ഇതിൽ നിന്നും എങ്ങനെ നേട്ടമുണ്ടാക്കാം, കുറേയൊക്കെ നേട്ടം ഉണ്ടായിട്ടുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രീതിയിൽ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ മറുതന്ത്രം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മെനയണമല്ലോ. അവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ, പാർലമെൻറ്റിൻ്റെ 20-ാം തീയതി തുടങ്ങി ഈ 6 ദിവസം നിരന്തരമായി തടസ്സപ്പെടുകയും ഇപ്പോൾ വീണ്ടും ട്രാക്കിലാവുകയും ചെയ്ത പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ വരാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ എങ്ങനെ പ്രതികരണം സാധിക്കും, എങ്ങനെ പ്രതിരോധമൊരുക്കും. അപ്പോൾ തുടരട്ടെ, CJPയോ EJPയോ തുടരട്ടെ. ഈ പ്രക്ഷോഭം ഇങ്ങനെ പോകട്ടെ. കാരണം തങ്ങൾ ക്രിയാത്മകമായ ചില നിലപാടുകൾ എടുത്തല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കൊടുത്തല്ലോ. ഇനി ഈ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് രാജ്യത്തോടായി പറയാമല്ലോ. തങ്ങൾ സമഗ്രമായ നിയമനിർമ്മാണം നടത്തിയല്ലോ, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഇത് പറഞ്ഞു നിൽക്കാൻ BJP കഴിയും. അങ്ങനെ ഇതിനേക്കാൾ ഗംഭീരമായ, ഇതിനേക്കാൾ BJPക്ക് വേദനിക്കുന്ന വിഷയം സംഭാവന കൊള്ള, രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, പാർലമെൻറ്റിൽ വേണ്ട ട്രാക്ഷൻ ലഭിക്കാതെ പോകുന്നതിനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ ഈ വിഷയം തെരുവിൽ ഒരു വഴി അത് പോകട്ടെ. പാർലമെൻറ്റിലും പ്രതിപക്ഷം നിരന്തരം ഇത് ഉന്നയിക്കട്ടെ. ഞങ്ങൾ ചെയ്തല്ലോ, തങ്ങൾക്ക് മറുപടി പറയാനുണ്ടല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞല്ലോ. തങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധ ഈ പെല്ലറ്റ് ഗണ്ണിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ ലാത്തിയുടെ നീളത്തെക്കുറിച്ചാണ്. അതുമല്ല എങ്കിൽ ആണി തറച്ച ലാത്തികൾ ഉപയോഗിച്ചതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇത് നിഷിദ്ധമായ ഒരു കാര്യമൊന്നുമല്ല, ഇതിനെ വീണ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത് പെല്ലറ്റ് ഗൺ ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം, 7 റൗണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ ഈ പാർലമെൻറ്റ് മാർച്ച് നടത്തിയ പ്രക്ഷോഭകാരികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, സത്യമാണ്. അത് ഉപയോഗിച്ചു എന്നതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നിയമപരമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ പാറ്റ്നയിൽ, അല്ലെങ്കിൽ ബീഹാറിലെ ചില ഇടങ്ങളിൽ AK-47 റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചിരിക്കുന്നു. നോക്കൂ, ഇതാരെയാണ്? ചിലപ്പോൾ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന തോക്കാണ്, അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ കയ്യിൽ അത്യപൂർവമായി മാത്രം ഇൻഡിപെൻഡൻ്റായി ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്ന തോക്കാണ് AK-47. കലാഷ്നിക്കോവ് റൈഫിൾസ് ഉപയോഗിച്ചുകൊണ്ട്
ഈ ജനകീയ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ അവർ ജനങ്ങളല്ലേ, പൗരന്മാരല്ലേ, അവർ പ്രതിഷേധം നടത്തുമ്പോൾ AK-47 അവർക്കെതിരെ ഉപയോഗിച്ചു എന്നത് ഏറെക്കാലം ഗവൺമെൻറ്റിനെ, ബീഹാർ സർക്കാരിനെ വേട്ടയാടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഇതെല്ലാം വന്ന് തറച്ചു നിൽക്കുന്നത് വൺ മാൻ കോൾഡ് അമിത് ഷാ, ആഭ്യന്തരമന്ത്രിയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഡൽഹിയുടെ ഉൾപ്പെടെ സുരക്ഷയുടെ ചുമതലയുള്ള ആത്യന്തികമായ കൺട്രോളിംഗ് അതോറിറ്റി. ബീഹാറിൽ ഒരു ഭരണ സംവിധാനമുണ്ട്, ഗവൺമെൻറ്റുണ്ട്. അപ്പോഴും BJPക്ക് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് കൂടിയാണ്. അവിടെ ഇതിൽ BJP പറഞ്ഞു ഓക്കെ പോയിക്കോട്ടെ, ഈ പ്രക്ഷോഭം ഇങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. പെല്ലറ്റ് ഗണ്ണിനെ കുറിച്ചും അതിൽ എത്ര തരം പെല്ലറ്റുകളുണ്ട്, അത് തറച്ചാൽ ശരീരത്തിന് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, അത് നിയമവിധേയമാണോ, എത്രത്തോളം നിയമപരമാണ്, അത് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം, മുൻപ് കാശ്മീരിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ സാഹചര്യം, എത്ര അകലെ നിന്ന് വെടിവെക്കാൻ സാധിക്കും, ഇതിൻ്റെ സാങ്കേതികമായ ചർച്ചകളിലൂടെ അങ്ങ് പോകട്ടെ. കാതലായ വിഷയം അതല്ല. ഗവൺമെൻറ് ഈ വെടിവെപ്പല്ല ഭയപ്പെടുന്നത്. ഗവൺമെൻറ് ഭയപ്പെടുന്നത് CJP ഉയർത്തിയ വിഷയമല്ല, CJP ഉയർത്താൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ EJP എന്ന പുതിയ പെട്രോൾ സംഘടന, അല്ലെങ്കിൽ ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയുടെ തലയ്ക്ക് വേണ്ടി നടക്കുന്ന മുറവിളി കൂട്ടാൻ ഇനി സാധ്യതയുള്ള പ്രക്ഷോഭം, അതല്ല ഗവൺമെൻറ്റിൻ്റെ ഉറക്കം കെടുത്തുന്നത്. അയോധ്യ സംഭാവന കൊള്ളയാണ്. കാരണം ഇതൊരു ഹബ്ബാണ്. ഈ BJPയുടെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി ഇത്രയും കാലം ഈ സംഘപരിവാർ സംഘടനകളെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന ഘടകം രാമക്ഷേത്രമാണ്. രാമക്ഷേത്രത്തിൽ നടക്കുന്ന പങ്കിലമാകുന്ന ഏത് അവസ്ഥാവിശേഷവും ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൻ്റെ രീതിയിലാണെങ്കിലും, അതിൽ ലഭിക്കുന്ന സംഭാവനകളുടെ ദുരുപയോഗമാണെങ്കിലും, അതിലെ ക്രമക്കേടുകളാണെങ്കിലും, സംഭാവന പെട്ടിയിൽ നിന്നും എണ്ണുന്ന സമയത്തെ കൊള്ളയടിക്കുന്നതാണെങ്കിലും ശരി, രാമക്ഷേത്രം പങ്കിലമാകാൻ പാടില്ല എന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഒരു ദൃഢനിശ്ചയം പഴങ്കഥയായിരിക്കുന്നു. ഒരിക്കലും ഇതിൽ നിന്നും അഗ്നിശുദ്ധി വരുത്തി പുറത്ത് വരാനാവില്ല. കാരണം സംഘപരിവാർ ശക്തികൾക്ക് പുറമേ നിന്നുകൊണ്ട് ഒരു ശക്തിയും ഇതിൻ്റെ ബോർഡിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു സമിതിയിൽ, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സമിതികളിലും ഇതിന് പുറത്ത് നിന്നുകൊണ്ട് ആരും ഉണ്ടായിട്ടില്ല. ഏറ്റവും വിശ്വസ്തർ തന്നെയാണ്. അവരാണ് ഈ വൻ അഴിമതിക്ക്, ഇപ്പം സംഭാവന വിഷയമാണ് ഇപ്പോൾ ആളിക്കത്തുന്നത്. ചെറിയൊരു വിഷയമായിരിക്കാം എണ്ണത്തിൻ്റെ തുകയുടെ കാര്യത്തിൽ, പക്ഷേ വൻ തുകകൾ വന്നു രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട ദീർഘമായ അന്വേഷണം നീളുന്നത് എങ്ങോട്ടാവും? ഇത് BJPക്കുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കാം. യോഗി ആദിത്യനാഥ് ഊറിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ. എന്താണ് കാരണം? ഒന്ന്, പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ മെല്ലപ്പോക്കാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ ഉത്തർപ്രദേശിൽ കഴിയാതെ പോയത്. ലോക്സഭയിൽ 80 സീറ്റുകളിൽ കേവലം 36 സീറ്റിലേക്ക് BJP ഒതുങ്ങി. സമാജ്വാദി പാർട്ടിക്ക് മാത്രം 37 സീറ്റ് കിട്ടിയെന്ന് ഓർക്കണം. കോൺഗ്രസിനും കിട്ടിയ 6 സീറ്റ്. അപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം 2ാം സ്ഥാനത്തായി, ഇന്ത്യ മുന്നണി അവിടെ 1ാം സ്ഥാനത്തായി. അതിൻ്റെ പിന്നിൽ മോദിയും അമിത്ഷായും 400 പാർ പറഞ്ഞങ്ങ് മുന്നോട്ട് പോകേണ്ട, ബൾക്ക് വരേണ്ടത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഞാനൊന്നിവിടെ ചവിട്ടി പിടിച്ചാൽ ഉത്തർപ്രദേശിൽ നിന്നും അങ്ങനെ വലിയ വിജയം ഉണ്ടാവില്ല എന്ന് ഗൂഢമായി യോഗി ചിന്തിച്ചിട്ടുണ്ട് എന്ന ഒരു ചിന്തയാണ് പലരും പുറത്ത് പറയുന്നത്. അതൊരിക്കൽ കൂടി വരികയാണ്. കാരണം ഇപ്പോൾ യോഗി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, അല്ലെങ്കിൽ BJP യോഗിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഇവിടെ സെൻറ്ററിനെ, ഇപ്പം സ്റ്റേറ്റ് അല്ല, യോഗി ആദിത്യനാഥ് അല്ല അയോധ്യയിലെ ട്രസ്റ്റ് മാനേജ് ചെയ്യുന്നത്, അത് കേന്ദ്രമാണ്. ഇത് എല്ലാ കാര്യത്തിലും 1ാം സ്ഥാനം നരേന്ദ്രമോദിക്കായിരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വിസിബിൾ ഫോഴ്സായി ആദ്യം മുതൽ തന്നെ, ഭൂമി ഏറ്റെടുക്കൽ സമയം മുതൽ, കേസ് നടത്തിപ്പ് സമയം മുതൽ, പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് മുതൽ, ക്ഷേത്രത്തിൻ്റെ ഫൈനൽ ചടങ്ങുകൾ നടത്തിയെടുക്കുന്നത് വരെ എല്ലാം തന്നെ നരേന്ദ്രമോദിയിലേക്കാണ്. അപ്പോൾ മോദി പ്രഭാവമാണ്. അപ്പോൾ മോദി പ്രഭാവത്തിൻ്റെ പിന്നിലെ ഡ്രൈവിംഗ് സ്പിരിറ്റ് രാമക്ഷേത്രം തന്നെയാണ്. ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഇളക്കം സംഭവിച്ചാൽ യോഗി പറയുന്നു, ഞങ്ങൾ പോലീസിനെ വിട്ടുകൊണ്ട് തങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം അന്വേഷിക്കുന്നു.
അപ്പം ഇവിടെ BJPക്ക് ഉള്ളിൽ ഒരു വലിയ സംഘർഷമുണ്ട്. രണ്ട് ലോബിയായി തിരിഞ്ഞു എന്നൊന്നും പറയാനാവില്ല എങ്കിൽ പോലും വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇത് മുതലെടുക്കാൻ പാർലമെന്റ് സമ്മേളന കാലത്ത് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും ആവോളം ശ്രമിക്കുമെന്നറിയാം. അത് പ്രതിരോധിക്കാൻ വളരെ 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 ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അതുകൊണ്ട് മറ്റു രീതിയിൽ സമരങ്ങൾ മുന്നോട്ട് പോകട്ടെ, പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കട്ടെ. ഏറെ ദിവസത്തെ ചർച്ചകൾ ഒന്നുമില്ലാതെ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ BJP അംഗങ്ങൾ മന്ദസ്മിതം തൂകും, ഗൂഢമായി ഒന്ന് ചിരിക്കും. പോകുന്നെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ. കാതലായ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള വളരെ പ്രഷ്യസ് ടൈമാണ് അവർ സ്വയം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ വരച്ച വരയിൽ നിർത്താൻ, മുൾമുനയിൽ നിർത്താൻ പ്രതിപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ് വോക്കൗട്ടുകളിലൂടെ നഷ്ടപ്പെടുന്നത്. പ്രതിഷേധം 6 ദിവസത്തിലധികമൊക്കെ വോക്കൗട്ടും ഒക്കെയുള്ള കലാപരിപാടിയാണ് നീങ്ങിയാൽ പ്രതിപക്ഷം ചെയ്യുന്നതും പൂർണ്ണമായി അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ ചർച്ചയാണ്. ചർച്ചയ്ക്ക് ഗവൺമെൻറ് സമ്മതിച്ചല്ലോ. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. വിഷയങ്ങൾ, രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരണം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായി ചിന്തിക്കുന്നു, അത് ജനുവിനായ ചിന്തയാണ്. ഈ വിഷയം ഒരു മുള്ളുകൊണ്ട് മറ്റൊരു മുള്ളിനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു വിഷയം കാട്ടിക്കൊണ്ട് മറ്റൊരു വിഷയം, ഇതിനേക്കാൾ വലിയ വിഷയത്തിൻ്റെ പ്രഭാവം ചെലുത്തുക. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അണുക്കളെ കടത്തിവിട്ടുകൊണ്ട്, ബാക്ടീരിയകളെ കടത്തിവിട്ടുകൊണ്ട് ഈ ചികിത്സ നടത്തുന്നത് പോലെ വലിയ ബാക്ടീരിയ ആക്രമണത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കുക, ഒരു ഇമ്മ്യൂണിറ്റി തീർക്കുക എന്നതൊക്കെ BJPയുടെ തന്ത്രമായി വരുന്നു. അമിത്ഷാ ചില്ലറക്കാരനല്ല. അമിത്ഷായ്ക്കറിയാം ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവിക്കുന്നത് ഇപ്പോൾ അമിത്ഷായാണ്. മോദിക്ക് പിൻഗാമി ആർ എന്ന ചോദ്യം വരുമ്പോൾ അത് യോഗിയാവുമോ അമിത്ഷായാവുമോ? അമിത്ഷായെ നിരന്തരം ഒരു വില്ലൻ രൂപത്തിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഭാവിയിൽ അമിത്ഷായുടെ സുഗമമായ പ്രയാണത്തെ ബാധിക്കില്ലേ? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. യോഗി വേഴ്സസ് അമിത്ഷാ എന്ന രണ്ടാം നിര നേതൃത്വത്തിൻ്റെ ഒരു ഭാവി, അതേക്കുറിച്ച് ഡിബേറ്റ് ഉണ്ടാവും. തീർച്ചയായും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സംസാരിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് പെല്ലറ്റ് ഗൺ നമുക്ക് സംസാരിക്കാം, ഈ കേസുകൾ പിൻവലിക്കാത്തതിനെക്കുറിച്ച് സംസാരിക്കാം, നീതി നിഷേധത്തിനെക്കുറിച്ച് സംസാരിക്കാം, കേന്ദ്ര സർക്കാർ വാക്ക് മാറിയതിനെക്കുറിച്ച് സംസാരിക്കാം. രാജ്യം മുഴുവൻ നിരന്തരം അടുത്ത 2 ആഴ്ച അതുമാത്രം സംസാരിക്കട്ടെ എന്ന് BJP ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ വിവരവും ശാന്തതയും പക്വതയും ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ചെയ്യാവുന്നത് ഒരു വിജയം നേടി ആ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ, അതിനെ തുടർന്ന് ആ വിഷയം തന്നെ മുറുകെ പിടിക്കാതെ, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. BJPയുടെ വിജയമാണ്, ഭാഗികമായി കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും വിജയമാണ്. ഇന്ത്യ മുന്നണി ഇപ്പോൾ പിളരും, ഇതാ പിളരുന്നു. ഇതൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ. കൊടുങ്കാറ്റ് പോലെ വന്നതല്ലേ. ഇന്ത്യ മുന്നണി ചന്നം ഭിന്നം ചിതറും. ഇപ്പോൾ കൂടുതൽ കൺസോളിഡേറ്റഡ് ആയല്ലോ. ഈ വിഷയം ഇന്ത്യ മുന്നണിയെ കൺസോളിഡേറ്റഡ് ആക്കാൻ ശ്രമിച്ചു. ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിൽ കാണാം. അല്ലാതെ കോക്രോച്ചുകൾ മാനവ മഹത്വം കൊണ്ടുപോയി ഇനി കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നല്ല. കോൺഗ്രസിലും ഘടകകക്ഷികളിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് BJPക്കെതിരെ ദേശവ്യാപകം, അല്ലെ മോദി പ്രഭാവത്തിനെതിരെ ദേശവ്യാപകമായി ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മോദി പ്രഭാവം അവസാനിച്ചു എന്ന് ഞാൻ പറയില്ല. ഇപ്പോഴും ഏറ്റവും അധികം പിന്തുണയുള്ള സിംഗിൾ ലാർജസ്റ്റ് ദേശീയ നേതാവ് മോദിയാണ്. പക്ഷേ യുവജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ട്രോളിംഗ് കഥാപാത്രമായിട്ട് മാറിയിരിക്കുന്നു മോദിയുടെ വീഡിയോകൾ. മോദിയുടെ ഇപ്പോൾ വളരെ വൈറലായ ചില പോസിറ്റീവ് വീഡിയോകൾ ഇപ്പോൾ ഒരു നെഗറ്റീവ് ടോണിലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതാണ് കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഒരു കലാവാസന. അപ്പോൾ ഏത് ഹീറോയെയും അടുത്ത നിമിഷം ആൻറ്റി ഹീറോയെ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് സാമൂഹിക മാധ്യമ കൂട്ടായ്മകളുടെ. അതുകൊണ്ട് വില്ലൻ പരിവേഷം അത് ട്രെൻഡിങ് ആണ്. മോദി പോസിറ്റീവ് ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോൾ അത് നെഗറ്റീവ് ട്രെൻഡിങ് ആയി ഒരു തലമുറയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇത് അനുകൂലമാക്കി മാറ്റാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കഴിയുന്ന സമയത്ത് കൃത്യമായി മോദിയെ സമ്മർദ്ദത്തിലാക്കാൻ ഈ വിഷയം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പ്രധാന വിഷയം രാമക്ഷേത്ര വിഷയം തന്നെയാണ്. അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധിക്കാത്ത രീതിയിൽ ചർച്ചകൾ നീട്ടുക, ഇത് BJPയുടെ തന്ത്രമായി മാറുന്നു. അങ്ങനെ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കാത്തിരുന്ന് കാണാം.